ഹായ് എല്ലാവർക്കും CID സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 മെയ് മാസത്തെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് നോക്കാം. തുടർച്ചയായിട്ട് രണ്ടാം തവണയോ ആസാം മുഖ്യമന്ത്രിയാവുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. സമാധാന നോബൽ ജേതാവായ നർഗീസ് മുഹമ്മദി ഇറാനിലെ ജയിലിലെ തന്റെ അനുഭവങ്ങളും മനുഷ്യാവകാശ പോരാട്ടങ്ങളും വിവരിച്ചുകൊണ്ട് എഴുതിയ പുതിയ ഓർമ്മക്കുറിപ്പാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. എന്നത് ആരുടെ ബുക്കാണ്? ഇറാനിലെ ജയിലിലെ തന്റെ അനുഭവങ്ങളും മനുഷ്യാവകാശ പോരാട്ടങ്ങളും വിവരിച്ചുകൊണ്ട് സമാധാന നോബൽ ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ ബുക്കാണ് എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് ആണ്. വിവിധ സംസ്ഥാനങ്ങളിലെ 35 നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ടാലന്റ് ബാങ്കേഴ്സ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പരിപാടിയാണ് നാട്യ. വിവിധ സംസ്ഥാനങ്ങളിലെ 35 നൃത്തരൂപങ്ങൾ കോർത്തിണക്കി ടാലന്റ് ബാങ്കേഴ്സ് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്ത പരിപാടി ഏതാണ്? നാട്യ. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളായ ഓട്ടൻതുള്ളല്, കഥകളി, കുച്ചിപ്പുടി, കേരള നടനം എന്നിവയിൽ തുടങ്ങി പഞ്ചാബിന്റെ നൃത്തരൂപമായ ബാൻഗ്രയിലാണ് 181 നർത്തകർ തുടർച്ചയായിട്ട് 55 മിനിറ്റ് കൊണ്ട് നൃത്തം അവസാനിപ്പിച്ചത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ട് പ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ക്രൈം ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ട് പ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യത്തെ ആത്മഹത്യ നിരക്കിൽ കേരളത്തിന്റെ സ്ഥാനമാണെങ്കിൽ മൂന്നാം സ്ഥാനം കേട്ടോ. നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് കൊല്ലമാണ്. കൊല്ലം നഗരമാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി ആത്മഹത്യ നടക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയാണ്. രണ്ടാം സ്ഥാനമുള്ളത് ഉത്തർപ്രദേശാണ്. കേരളത്തിന്റെ സ്ഥാനം മൂന്നാം സ്ഥാനമാണ്. നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനമുള്ളത് കൊല്ലം നഗരമാണ്. രാജ്യത്തെ ആദ്യ വാണിജ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് കൊച്ചി ടു ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് കൊച്ചി ടു ലക്ഷദ്വീപാണ്. 2026 മെയ് മാസത്തിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ പ്രമേയമാണ് IA സ്പിരിറ്റ്, ഇന്ത്യ ആഫ്രിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോർ ഇന്നൊവേഷൻ, റെസിലിയൻസ് ആൻഡ് ഇൻക്ലൂസീവ് ട്രാൻസ്ഫോർമേഷൻ. അതിന്റെ വേദി ന്യൂഡൽഹിയാണ്. 2026 മെയ് മാസത്തിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ പ്രമേയമാണ് IA സ്പിരിറ്റ്, ഇന്ത്യ ആഫ്രിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോർ ഇന്നൊവേഷൻ, റെസിലിയൻസ് ആൻഡ് ഇൻക്ലൂസീവ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, IA സ്പിരിറ്റ് കേട്ടോ. IA സ്പിരിറ്റ് ആണ് 2026 മെയ് മാസത്തിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ പ്രമേയമാണ് IA സ്പിരിറ്റ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആലപ്പുഴ ജില്ലയിലും വിജയകരമായിട്ട് നടപ്പിലാക്കിയ ദേശീയ തലത്തിൽ മികച്ച മാതൃകാ പദ്ധതിയാണ് അമരം. AMARAM, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം. അമരമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പിലാക്കിയ ദേശീയ തലത്തിലെ മികച്ച മാതൃകാ പദ്ധതിയാണ് അമരം. 2026 മെയ്യിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ കപ്പൽ റിപ്പയർ ചെയ്യുന്നതിനുള്ള സൗകര്യം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ വാഡിനാറിലാണ്. 2026 മെയ്യിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ കപ്പൽ റിപ്പയർ ചെയ്യുന്നതിനുള്ള സൗകര്യം നിലവിൽ വരുന്നത് ഗുജറാത്തിലെ വാഡിനാർ. സ്കോട്ടിഷ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ ക്യു മണിവണ്ണനാണ് സ്കോട്ടിഷ് പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ ഇന്ത്യൻ വംശജൻ. മേജർ ലീഗ് സോക്കറിൽ വേഗത്തിൽ 100 ഗോൾ പങ്കാളിത്തം നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയ താരമാണ് ലയണൽ മെസ്സി. മേജർ ലീഗ് സോക്കറിൽ വേഗത്തിൽ 100 ഗോൾ പങ്കാളിത്തം നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയ താരം ലയണൽ മെസ്സിയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡിൽ യശസ്വി ജയ്സ്വാളിന് ഒപ്പം എത്തിയ താരമാണ് ഉർവി പട്ടേൽ. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ് ഉർവി പട്ടേൽ. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡിൽ യശസ്വി ജയ്സ്വാളിന് ഒപ്പം എത്തിയ താരം ഉർവി പട്ടേലാണ്. അമ്പെയ്ത്ത് ലോകകപ്പിലെ വനിതാ റിക്കർവ് ടീം ഇനത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. അമ്പെയ്ത്ത് ലോകകപ്പിലെ വനിതാ റിക്കർവ് ടീം ഇനത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. ടീം ദീപിക കുമാരി, അങ്കിത ഭഗത്, കുകും മൊഹദ്. വേദിയായത് ചൈനയാണ്. 2021 ശേഷം ലോകകപ്പിലെ വനിതകളുടെ റിക്കർവ് ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണമാണിത്. 2021 ശേഷം ലോകകപ്പിലെ വനിതകളുടെ റിക്കർവ് ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണമാണ്. അമ്പെയ്ത്ത് ലോകകപ്പിലെ വനിതാ റിക്കർവ് ഇനത്തിൽ സ്വർണ്ണം നേടിയ ടീം ഏതാണ്? ഇന്ത്യയാണ്. അതിന്റെ ടീമിലെ അംഗങ്ങള് ദീപിക കുമാരി, അങ്കിത ഭഗത്, കുകും മൊഹദാണ്. ഓക്കെ, അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്? മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം മെയ് 12. ഓക്കെ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് അടുത്തിടെ സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് അടുത്തിടെ സിംഗപ്പൺ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച സംസ്ഥാനം തമിഴ്നാടാണ്.
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് ഡേറ്റ് മുതലാണ്? ജൂലൈ 1 മുതലാണ്. ജൂലൈ 1 മുതൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചത് ജൂലൈ 1 മുതലാണ്. ഈ VBG റാംജിയുടെ ഫുൾ ഫോം എന്താ? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. VBG റാംജി പദ്ധതി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള പദ്ധതിയാണ് VBG റാംജി പദ്ധതി. ഫുൾ ഫോം പഠിക്കണം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. ഇതിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 125 ദിവസങ്ങളാണ്. തൊഴിൽ ദിനങ്ങൾ 125 ദിവസങ്ങളാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 17A പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഏഴാമത്തെയും അവസാനത്തെയുമായ യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 17A പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഏഴാമത്തെയും അവസാനത്തെ യുദ്ധക്കപ്പൽ ഏതാണ്? INS മഹേന്ദ്രഗിരിയാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വൺ കേസ് വൺ ഡാറ്റ. വൺ കേസ് വൺ ഡാറ്റ. ഇന്ത്യയിലെ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ താലൂക്ക് കോടതികൾ എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വൺ കേസ് വൺ ഡാറ്റ. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അൻപ് വീട്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അൻപ് വീട്. 2030 2 ഗിഗാവാട്ട് ആണവശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യത്തെ ആണവ പദ്ധതിയായുള്ള സാധ്യതാ പഠനം നടത്തിയത് ദേശീയ താപവൈദ്യുത കോർപ്പറേഷൻ NTPC ആണ്. 2030 2 ഗിഗാവാട്ട് ആണവശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യത്തെ ആണവ പദ്ധതിക്കായുള്ള സാധ്യതാ പഠനം നടത്തിയത് ദേശീയ താപവൈദ്യുത കോർപ്പറേഷൻ NTPC ആണ്. 2047 100 ഗിഗാവാട്ട് ആണവശേഷി ആർജിക്കാനാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. 2032 2 ഗിഗാവാട്ട് ആണവശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യത്തെ ആണവ പദ്ധതിക്കായുള്ള സാധ്യതാ പഠനം നടത്തിയത് NTPC ആണ്. ഏത് വർഷത്തോടു കൂടിയാണ് 100 ഗിഗാവാട്ട് ആണവശേഷി ആർജിക്കാൻ കേന്ദ്രത്തിന് ലക്ഷ്യമിടുന്നത്? 2047 അടുത്തിടെ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ഫിലിപ്പൈൻസ് വൈസ് പ്രസിഡന്റാണ് സാറ ഡ്യൂട്ടേർഡ്. സാറ ഡ്യൂട്ടേർഡ് ഏത് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റാണ്? ഫിലിപ്പൈൻസിന്റെ വൈസ് പ്രസിഡന്റാണ് സാറ ഡ്യൂട്ടേർഡ്. ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ഫിലിപ്പൈൻസ് വൈസ് പ്രസിഡന്റാണ് സാറ ഡ്യൂട്ടേർഡ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരമാണ് പൂനെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോ എമിഷൻ സോൺ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം ഏതാണ്? പൂനെയാണ്. തെലങ്കാനയിലെ വാറങ്കലിനെ പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായിട്ട് മാറാൻ ഒരുങ്ങുന്ന ഗ്രാമമാണ് കർണാടകയിലെ ലക്കുണ്ടി. കർണാടകയിലെ ലക്കുണ്ടിയാണ് തെലങ്കാനയിലെ വാറങ്കലിനെ പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായിട്ട് മാറാൻ ഒരുങ്ങുന്ന ഗ്രാമം ഏതാണ്? ലക്കുണ്ടി. കർണാടകയിലെ ലക്കുണ്ടിയാണ്. കേരളത്തിന് അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചം മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ ഫുൾ ഫോം പഠിച്ചല്ലേ? ഓർമ്മയുണ്ടോ? ജസ്റ്റ് കമന്റ് ചെയ്യണേ. കവചം മാതൃകയാക്കി തങ്ങളുടെ തീരപ്രദേശങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ കേട്ടോ. ഒഡീഷ. കേരളത്തിന്റെ എന്താ പറയാ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. അത് മാതൃകയാക്കിയിട്ട് ഒഡീഷ തീരപ്രദേശങ്ങളിലാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ അധ്യക്ഷനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായിട്ട് NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരാണ് ഈ ജാദുയി പിറ്റാര. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായിട്ട് NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പിന്റെ പേരാണ് ഈ ജാദുയി പിറ്റാര. വെറൈറ്റി നെയിം അല്ലെ? ഈ ജാദുയി പിറ്റാര NCERT പുറത്തിറക്കിയ ഡിജിറ്റൽ ആപ്പാണ്. ഓക്കെ. പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവായിട്ട് നിയമിച്ചത് ആരാണ്? ശോഭൻ ദേവ് ചത്തോപാധ്യായാണ്. പശ്ചിമ ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവാണ് ശോഭൻ ദേവ് ചത്തോപാധ്യായാണ്. പ്രതിപക്ഷ ഉപനേതാക്കളാണ് നയന ബന്ദോപാധ്യായ ആൻഡ് അസിമ ബത്ര. അപ്പോൾ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാ? ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ്. പശ്ചിമ ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവാണ് ശോഭൻ ദേവ് ചത്തോപാധ്യായ. പ്രതിപക്ഷ ഉപനേതാക്കളാണ് നയന ബന്ദോപാധ്യായ ആൻഡ് അസിമ ബത്ര. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യണേ. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടെ നാണയമായിരുന്നു? സിമ്പിൾ ആൻസർ ആണ്. താങ്ക് യു.